തിരഞ്ഞെടുപ്പ് ജോലിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് ബാലറ്റ് പേപ്പർ ലഭ്യമാകുന്നില്ലെന്ന് പരാതി. CPM സംസ്ഥാന സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകി. അതേസമയം 8-ാം തീയതി വരെ വോട്ട് ചെയ്യാൻ ആകുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വിശദീകരണം. ആരുടെയും വോട്ട് നഷ്ടപ്പെടില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസ് വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് നിന്ന് സഫ്വാൻ കാളികാവാണ് ചേരുന്നത്. സഫ്വാൻ, എന്താണ് ഈ പരാതിയുടെ വിശദാംശങ്ങൾ? പ്രമോദ്, സർവീസ് സംഘടനകളാണ് ആദ്യമായി ഇങ്ങനെ ഒരു പരാതി ഉന്നയിക്കുന്നത്. പിന്നീട് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസും CPM-ഉം ഈ പരാതി ഏറ്റെടുക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ 25 മുതൽ ഇത്തരത്തിൽ സർവീസ് വോട്ടർമാർക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. 31 മുതൽ ഈ വോട്ടിംഗ് പ്രക്രിയ ആരംഭിക്കുകയും ചെയ്തു. അതിനായി സംസ്ഥാനത്താകെ 154 ഫെസിലിറ്റേഷൻ സെന്ററുകൾ സജ്ജീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ സർവീസ് സംഘടനകൾ പറയുന്നത് ഈ കേന്ദ്രങ്ങളിൽ, നിശ്ചിത കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഈ വോട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. അവർക്ക് മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നു. ബാലറ്റ് പേപ്പർ അടക്കം ഇല്ലാത്ത ഒരു അവസ്ഥ ഇത്തരം കേന്ദ്രങ്ങളിൽ ഉണ്ട് എന്നുള്ളൊരു പരാതിയാണ് സർവീസ് സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ കാര്യം മറികടക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിന് ശേഷവും ഇത്തരത്തിൽ സൗകര്യമൊരുക്കണം. സ്വാഭാവികമായും ഉദ്യോഗസ്ഥരൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പ് ജോലിയിൽ വ്യാപൃതരാണ്, അതിന്റെ തിരക്കിലാണ്. അതിനിടയിൽ വോട്ട് ചെയ്ത് സമയം കണ്ടെത്തി വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ബാലറ്റ് പേപ്പർ അടക്കം ഇല്ലാത്ത കാര്യമാണ് ഓരോ കേന്ദ്രങ്ങളിൽ നിന്നും അറിയിക്കുന്നത്. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്നാണ് ഈ സർവീസ് സംഘടനകൾ പറയുന്നത്. എന്നാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിൽ നിന്ന് വിശദീകരണം, ഇത്തരത്തിൽ ബാലറ്റ് പേപ്പർ ഇല്ലാത്തതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ കമ്മീഷന് മുന്നിൽ ലഭിച്ചിട്ടില്ല. അതിനപ്പുറത്തേക്ക് ഇതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കമ്മീഷൻ പരിശോധിക്കുമെന്നാണ് പറയുന്നത്. കമ്മീഷൻ വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഇതിനോടകം തന്നെ 65% വോട്ടർമാർ സർവീസ് വോട്ട് ചെയ്തിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരടക്കമുള്ള ആളുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത്തവണ ഡെസ്കിലുള്ള മാധ്യമപ്രവർത്തകർക്ക് അടക്കം സർവീസ് വോട്ടിനുള്ള അവസരമുണ്ട്. 65% വോട്ടിംഗ് പ്രക്രിയ പൂർത്തീകരിച്ച സാഹചര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമായ ഈ ഏപ്രിൽ 8 വരെ ഇത്തരത്തിൽ വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് സർവീസ് സംഘടനകൾ ഇതിന് വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഉദ്യോഗസ്ഥർക്ക് ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ വോട്ടിംഗ് അട്ടിമറിക്കാനുള്ള നടപടിയായിട്ടാണ് സർവീസ് സംഘടനകൾ ഏതായാലും ഈ വിഷയത്തെ കാണുന്നത്. അതിന്റെ ഗൗരവത്തിൽ തന്നെയാണ് ഈ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസും CPIM-ഉം ഈ വിഷയത്തിൽ ഒരു പരാതിയായിട്ട് ഏതായാലും മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കാളികാവാണ് വിവരങ്ങൾ നൽകിയത്.